അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കേരള സർക്കാർ ജൂൺ 2 പ്രഖ്യാപിച്ചതാകുന്ന ഓപ്പറേഷൻ തൂഫാനിലൂടെ ഏകദേശം 2000-നടുത്ത ആളുകൾ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എത്രത്തോളം വലിയ വ്യാപനമാണ് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളത് എന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്തുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഈ സമയത്ത് വിശുദ്ധ ഹറമിൽ നിന്ന് കേരള സർക്കാരിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം പ്രിയപ്പെട്ട വിശ്വാസിനികൾ ഈ വിഷയത്തിൽ വളരെ ജാഗ്രത പുലർത്തുകയും നമ്മുടെ മക്കൾ ലഹരിക്ക് അടിമപ്പെടുന്നില്ല എന്ന് എല്ലാവരും കൃത്യമായി ശ്രദ്ധ ചെലുത്തുകയും ചെയ്യൽ അനിവാര്യമാണ് എന്ന് ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ കൃത്യമായി എല്ലാവരും ഭാഗവാക്കാകണം. പ്രത്യേകിച്ച് സർക്കാരിനെ സഹായിച്ചുകൊണ്ട് പോലീസുകാർക്ക് സഹായികളായി വർത്തിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും കേരളത്തിലെ വിവിധ ജോലികളിൽ വ്യാപൃതരായി നിൽക്കുന്ന കച്ചവട സംഘങ്ങളും എല്ലാ ജനങ്ങളും പൊതുജനങ്ങളും ഒന്നടങ്കം പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ പരിപൂർണമായൊരു തുടച്ചു നീക്കൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ വിഷയത്തിൽ ആദ്യമായി തുടക്കം കുറിക്കേണ്ടത് ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ മക്കൾ ഇതിൽ ഇല്ല എന്നുള്ളത് ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തൽ അനിവാര്യമാണ്. മാതാപിതാക്കൾ വൈകിട്ട് മക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്, സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള അവരുടെ ശൈലി എന്താണ്, അവരുടെ ഇടപെടലുകളിലൂടെ അവരുടെ കൂട്ടുകെട്ടുകളിലൂടെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി ചെയ്തല്ലോ, ഒരു മനുഷ്യൻ ആരുമായിട്ടാണോ കൂടുതൽ ചങ്ങാത്തമുള്ളത്, ബന്ധമുള്ളത്, അവരുമായിട്ട് തന്നെയായിരിക്കും അവരുടെ സ്വഭാവങ്ങൾ തീർച്ചയായും ഇവന് വന്നു ചേർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് ആരാണ് എന്നുള്ളത് കൃത്യമായി ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തൽ അനിവാര്യമാണ്. ഓരോ രക്ഷിതാക്കളും ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണം. അതിൽ ആൺ പെൺ വ്യത്യാസമില്ല. കാരണം പെൺകുട്ടികളടക്കം ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളത് വളരെയേറെ ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തൽ അനിവാര്യമാണ് എന്നതിലേക്ക് കുറിക്കേണ്ട. ഇതിൽ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള ഓരോ ജില്ലക്കാരും ഇതിൽ അകപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നടന്നിട്ടുള്ള ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. എത്രയോ ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നത്. ഇവിടെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ കൃത്യമായ നിർദ്ദേശം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം പ്രസക്തമാണ്. ലഹരി എന്ന് പറയുന്നത് തീർച്ചയായും ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്. ഉമ്മുൽ ഖബായിസ് ആയിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നവർ, അത് കച്ചവടം ചെയ്യുന്നവർ, ആ സാധന സാമഗ്രികൾ വഹിച്ചുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്നവർ, കൊണ്ടുപോയി കൊടുക്കുന്നവർ, അത് ഏറ്റെടുക്കുന്നവർ, അതുമായി നിലകൊള്ളുന്നവർ, അത് കുടിക്കുന്നവർ എന്ന് വേണ്ട 10ഓളം ആളുകളെ ഈ വിഷയത്തിൽ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിക്കുകയും അള്ളാഹു ശപിച്ചതായി പ്രഖ്യാപിക്കുകയും അവരൊക്കെ തന്നെ പരലോകമോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കണമെന്നും ഇതിൽ നിന്ന് തൗബ ചെയ്ത് പരിപൂർണമായി മാറണമെന്നും എങ്കിലേ ആത്മീയവും ഭൗതികവുമാകുന്ന വിജയത്തിന് കാരണമാകൂ എന്നും പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തി. നമുക്കറിയാം, ഇതിലൂടെ ഉണ്ടാകുന്ന സാമൂഹിക വിപത്ത് ചെറുതല്ല. മനുഷ്യനവൻ്റെ ബുദ്ധിപരമായിട്ടുള്ള വിഷയങ്ങളിലും ശാരീരികപരമായിട്ടുള്ളതാകുന്ന പ്രശ്നങ്ങളിലും കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളുമൊക്കെ വളരെ വലുതാണ്. കുടുംബത്തിലുള്ള കുടുംബജീവിതം തകർക്കപ്പെടാൻ നിദാനമാണ്. എത്രയോ കുടുംബങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്നവരുണ്ട്, താറുമാറായിട്ട് പോയവരുണ്ട്, ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ ഹേതുവായിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഇതൊരു സാമൂഹ്യ വിപത്തായി കണക്കാക്കിക്കൊണ്ട് എല്ലാ വിശ്വാസിനികളും, എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരും ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിനോടൊപ്പം നിലകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ ഏറ്റെടുത്തിരിക്കുന്നതാകുന്ന ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം ഇതിൽ രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ ഒന്നടങ്കം പരിപൂർണമായി ശ്രദ്ധ ചെലുത്തണമെന്നും എല്ലാവിധ പിന്തുണയും വിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ ഹറം ഷരീഫിൽ വെച്ചുകൊണ്ട് പരിപൂർണമായി നൽകിക്കൊണ്ട് ഈ സാമൂഹ്യ വിപത്തിനെ പരിപൂർണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ എല്ലാവിധത്തിലും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.